ഹലോ പ്രിയത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എന്തായാലും വർഷയുടെ ജോലി പോകാൻ തന്നെ കാരണം വിവേകാണെന്നുള്ള കാര്യം തന്നെ വർഷയ്ക്ക് ഇപ്പോൾ മനസ്സിലായിട്ടൊന്നുമില്ല. അങ്ങനെ രാഹുൽ വന്നിട്ട് ഓഫീസിൽ വന്ന് അങ്ങനെ വർഷയുടെ കൂടെ രാഹുൽ വന്നതിന് ശേഷം തന്നെ അവളുടെ ജോലി കളയാനുള്ള കാരണവും അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അയാൾ തന്നിട്ടുള്ള ഒരു പരാതിൻ്റെ പേരിൽ എൻ്റെ ഫ്രണ്ടിനെ അപമാനിച്ചാലുണ്ടല്ലോ ഈ കട ഞാൻ പൂട്ടിക്കുമെന്ന രീതിയിൽ തന്നെ കേട്ടോ രാഹുൽ പറയുന്നത്. അതിനുശേഷം തന്നെ വിവേകിനെയാണ് ഫ്രണ്ടിനെയും കാണിക്കുന്നുണ്ട്. നീ കൊടുത്ത ആ മൊഴി കാരണം ആ കുട്ടിയുടെ ജോലി പോയി എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ വേഗം തന്നെ ആ മാനേജറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. താൻ എന്ത് പണിയാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ സോറി പറയാവുന്ന ഒരു കേസേ ഉള്ളൂ, ഞങ്ങൾ തമ്മിൽ സോറി പറയാനുള്ള ഒരു കാര്യം തന്നെയുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അവൾക്ക് ആ ജോലി തിരിച്ചു കൊടുക്കണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വർഷയെ കാണാൻ വേണ്ടിയിട്ട് വിവേക് വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷ വരുന്നത് കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത്. നീ ഇങ്ങോട്ട് വാടി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീടിനകത്തേക്ക് പോകുന്നു. എന്നിട്ട് അവരെല്ലാവരും ചോദിക്കുന്നുണ്ട്, അഭിയും അതുപോലെ തന്നെ എല്ലാവരും ശിവനന്ദയൊക്കെ ഉണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് വിവേകേട്ടൻ എന്തിനാണ് വന്നത് ചോദിക്കുമ്പോഴത്തേനും ഞാൻ ഇന്നൊരു ടെററിനെ പിടിക്കാനുള്ള പരിപാടിയിലാണെന്ന് പറയുന്നുണ്ട്. ആ വിവേകേട്ടൻ ഒന്ന് പറഞ്ഞാൽ മതി, വിവേകേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിടിച്ച് ഞാൻ മുന്നിൽ കൊണ്ടുവച്ച് തരല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ വർഷയാണെങ്കിൽ വിവേകിനെ കാണുമ്പോൾ ഒളിച്ചു നിൽക്കാനായിട്ട് നോക്കുക കേട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത് കേട്ടോ. എപ്പിസോഡായിട്ട് കാണാം.